ഹായ്, എല്ലാവർക്കും സലി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന 4 ഈസി റൈസ് റെസിപ്പീസാണ്. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുത്തു. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചു കൊടുക്കും. അതിനുശേഷം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഗ്രീൻ പീസും വളരെ കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും പിന്നെ 5-6 ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ച് തന്നെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഞാനൊന്ന് ഇളക്കി കൊടുക്കും. ഇത് ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ വെജിറ്റബിളും റൈസും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഒരു ടേസ്റ്റ് കിട്ടാനാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുക്കർ മൂടി വെച്ച് വെയിറ്റിട്ട് 1 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കും. 1 വിസിൽ കേട്ടാൽ മാത്രം മതിയാകും, കൂടുതൽ കേൾക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ 1 വിസിൽ കേട്ട് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, റൈസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കരുത്, ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പം നമ്മൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാണെങ്കിൽ ഇത് ഒന്ന് തണുത്ത ശേഷം ലഞ്ച് ബോക്സിലാക്കിയിട്ട് അടച്ച് അവർക്ക് കൊടുത്തുവിടാവുന്നതാണ്. ഇതിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല, എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ കുറച്ച് തൈരും കൂടി വെക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറ് റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസോ എഗ് റൈസോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് റൈസ് എടുത്തു. അത് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ചധികം വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കും. ഇതിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള റൈസ് എടുത്താൽ മതിയാകും. അപ്പോൾ 10 മിനിറ്റ് കുതിർന്ന് കഴിയുമ്പം ഈ റൈസ് നമ്മൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുതിരാനായിട്ട് വെക്കുന്നത്. അപ്പോൾ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. റൈസിൽ പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ റൈസ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇതൊരു ടിപ്പാണേ. അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ റൈസ് വെന്ത് കുഴഞ്ഞു പോകത്തില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റൈസ് നന്നായിട്ട് വേകരുത്. ഒരു 96-97% വെന്താൽ മതിയാകും. എങ്കിൽ മാത്രമേ ഫ്രൈഡ് റൈസും എഗ് റൈസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ റൈസ് വെന്ത് കഴിയുമ്പോഴേക്ക് ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്ക് ഊറ്റിയെടുക്കും. കണ്ടോ, റൈസ് ഇപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വെള്ളം എല്ലാം പോയ ശേഷം ഇപ്പം തലേ ദിവസമാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ നല്ല തണുത്തിട്ട് കണ്ടെയ്നറിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കേർഡ് റൈസാണ്.
ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരും 1/2 കപ്പ് ഫ്രഷ് മിൽക്കുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കും. ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എരിവ് നിങ്ങളുടെ പാകത്തിന് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കരിവേപ്പിലയോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് 1 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. പിന്നെ നമുക്ക് താളിച്ചിടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇടുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കും. കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ ഉഴുന്ന് പരിപ്പെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കും. അതിനുശേഷം 1/4 ടീസ്പൂൺ സാമ്പാർ പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു വറ്റൽമുളകും ഇട്ട് കൊടുത്ത ശേഷം നെയ്യോടുകൂടി തന്നെ ഈ കേർഡ് റൈസിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് ആയിരിക്കും. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ക്യാബേജ് റൈസാണ് അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ് ഇട്ട് പൊട്ടിച്ചു കൊടുക്കും. ക്യാബേജ് വളരെ കനം കുറച്ച് നീളത്തിലരി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂട്ടിയിട്ട് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാബേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മൾ നല്ല സ്ലൈസാക്കി എടുക്കുകയാണെങ്കിൽ അധിക സമയമൊന്നും വേണ്ട ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും. ചെറിയ ജീരകത്തിൻ്റെ പൊടി എന്ന് പറയുമ്പം ക്യൂമിൻ സീഡ് പൗഡറാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും. അതിനുശേഷം ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് 1 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവോ കണക്കോ ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഈ ചോറും ഈ ക്യാബേജിൻ്റെ കൂട്ടും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ ശരിക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റൊരു കറിയുടെയും ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഏകദേശം ഒരു 2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ആയാൽ മതിയാകും. ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ അടച്ച് കൊടുത്തിടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്യാബേജ് റൈസും തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എഗ് ഫ്രൈഡ് റൈസാണ് ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് സവാളയും ക്യാരറ്റും അതുപോലെ തന്നെ 2-3 ചെറിയ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണേ. പിന്നെ വെറും 2 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പാനിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ട പൊട്ടിച്ച ഉടൻ തന്നെ ഞാൻ ചിക്കി കൊടുക്കത്തില്ല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഇതൊന്ന് ചിക്കി കൊടുക്കും. അതായത് കുറച്ച് വലിയ പീസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളരെ പതുക്കെ ഇതൊന്ന് ചിക്കി എടുക്കുന്നത്. തീരെ പൊടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ കഴിക്കുമ്പോൾ ഇത് മുട്ടയായിട്ട് കിടക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും.
ശരിക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് റൈസ് ഇട്ടിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ച റൈസില്ലേ, അതാണ് ഞാനിവിടെ 1 കപ്പ് ഇട്ടിരിക്കുന്നത്. നല്ലതുപോലെ എല്ലാം മിക്സ് ആവത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. വളരെ എളുപ്പമല്ലേ ഇത്. എന്നിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, ആ മുട്ട ഇതിലേക്ക് തട്ടിയിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ശരിക്കും നല്ല ഒരു മണമാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുത്ത ശേഷം കുട്ടികളുടെ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിൽ ഞാൻ കുറച്ചുകൂടി സ്പ്രിംഗ് ഒണിയൻ ഇട്ട് ഗാർണിഷ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി എഗ് ഫ്രൈഡ് റൈസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.